നമ്മൾ മരുഭൂമികളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ചെടികൾക്ക് വളരാൻ പാടുള്ള മഞ്ഞ മണൽ നിറഞ്ഞ അവസാനമില്ലാത്ത ഒരു വെറും സ്ഥലം മാത്രമാണ് സാധാരണയായി നമ്മുടെ മനസ്സിൽ വരുന്നത്. ഈ കഠിനമായ സാഹചര്യം കാരണം ആളുകൾ ഇതിനെ ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണുന്നത്. എന്നാൽ ചൈനയിലെ ഇന്നർ മംഗോളിയയിലുള്ള ദലാത് ബാനർ മരുഭൂമിയിൽ വിശ്വസിക്കാൻ കഴിയാത്ത ഒരു മാറ്റം നടന്നിട്ടുണ്ട്. അവർ മരുഭൂമിയിൽ 12 ലക്ഷം അഥവാ 1.2 മില്യൺ മുയലുകളെ വളർത്തി. ഇത് മരുഭൂമിയാകുന്ന അവസ്ഥയെ വിജയകരമായി മാറ്റുക മാത്രമല്ല, കുറച്ചു വർഷങ്ങൾ കൊണ്ടുതന്നെ അവിടുത്തെ ആളുകൾക്ക് നല്ലൊരു ജീവിതമുണ്ടാക്കി കൊടുക്കാൻ സഹായിക്കുകയും ചെയ്തു. ഒരു കാലത്ത് മണൽ മാത്രമായിരുന്ന ഈ സ്ഥലം ജീവനും പച്ചപ്പും നിറഞ്ഞ ഒരു മരുപ്പച്ചയായി മാറി. അങ്ങനെയെങ്കിൽ ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് ഇത്തരമൊരു അത്ഭുതം കാണിക്കാൻ ഏതു തരം മുയലിനാണ് സാധിക്കുക? ഇതിന് പിന്നിലെ കഥ ഇതാണ്. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. നാം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചൈന ഒരു കാലത്ത് ലോകത്തിൽ വെച്ച് ഏറ്റവും ഗുരുതരമായ മരുഭൂമീകരണമുള്ള രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. കൂടാതെ വർഷങ്ങളായി മണ്ണൊലിപ്പ് മൂലമുള്ള മരുഭൂമീകരണത്തിനെതിരെ അവർ പോരാടുകയാണ്. 1990കളിലെ ആഗോള മരുഭൂമീകരണ കണക്കുകൾ പ്രകാരം ചൈനയിലെ മരുഭൂമിയായി മാറിയ ഭൂപ്രദേശം അതിശയിപ്പിക്കുന്ന തരത്തിൽ 17.14 ലക്ഷം ചതുരശ്ര കിലോമീറ്ററിൽ എത്തിയിരുന്നു. ഇത് മൊത്തം ഭൂപ്രദേശത്തിന്റെ 1/5 വരും. കാലക്രമേണ ഈ സംഖ്യ തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. 21ാം നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ചൈനയിലെ മരുഭൂമീകരണ പ്രദേശം ഓരോ വർഷവും 10,400 കിലോമീറ്റർ എന്ന നിരക്കിൽ വിസ്തൃതമാകുന്നു. 2015 ചൈനയിലെ മരുഭൂമിയായി മാറിയ ഭൂപ്രദേശം 26.2 ലക്ഷം ചതുരശ്ര കിലോമീറ്ററായി വർദ്ധിച്ചു. ഇത് രാജ്യത്തെ ആകെ ഭൂപ്രദേശത്തിന്റെ 1/3 വരും. ഇത്രയും ഗുരുതരമായ സാഹചര്യം നേരിടേണ്ടി വന്നിട്ടും ചൈന വെറുതെ ഇരിക്കാൻ തയ്യാറായില്ല. കാരണം മരുഭൂമീകരണത്തോട് സജീവമായി പ്രതികരിക്കുന്നതും അതിനെ നിയന്ത്രിക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വം മാത്രമല്ല, മറിച്ച് ആഗോള പാരിസ്ഥിതിക അന്തരീക്ഷത്തോടുള്ള തങ്ങളുടെ ഉത്തരവാദിത്വത്തിന്റെ പ്രതിഫലനമാണെന്ന് ചൈനയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതിനാൽ ചൈന മരുഭൂമീകരണം തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി നിരവധി നടപടികളും പദ്ധതികളും ആരംഭിച്ചു. അങ്ങനെയെങ്കിൽ മരുഭൂമിയെ നിയന്ത്രിക്കുന്നതിനായി ചൈന സ്വീകരിച്ച പ്രത്യേക നടപടികൾ എന്തൊക്കെയാണ്? 1988ന്റെ ആരംഭത്തിൽ പ്രശസ്ത ചൈനീസ് ശാസ്ത്രജ്ഞനായ ചെൻ ഷുവൻ മരുഭൂമി പച്ചപ്പിടിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങളെ ശക്തമായി വിമർശിച്ചു. വനവൽക്കരണവും കാറ്റിൽ നിന്നുള്ള സംരക്ഷണവും മണ്ണുറപ്പിച്ചു നിൽത്തലും പ്രധാനമാണെങ്കിലും മരുഭൂമീകരണത്തിന്റെ പ്രശ്നം അടിസ്ഥാനപരമായി പരിഹരിക്കാൻ അവ പര്യാപ്തമല്ലെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. മരുഭൂമിയിലെ പ്രശ്നം പരിഹരിക്കുന്നതിന് നമ്മൾ മുഴുവൻ വ്യവസായത്തിന്റെ വികസന കാഴ്ചപ്പാടിൽ നിന്ന് വേണം ആരംഭിക്കാൻ. കൂടാതെ മരുഭൂമി നിയന്ത്രണത്തിൽ യഥാർത്ഥ വിജയം കൈവരിക്കുന്നതിനായി പുൽമേടുകളെയും കൃഷിയിടങ്ങളെയും മൃഗസംരക്ഷണത്തെയും വ്യവസ്ഥിതമായി പരസ്പരം ബന്ധിപ്പിക്കണം. എന്നിരുന്നാലും ഈ ആശയം നിരവധി ചൈനീസ് സംരംഭകരിൽ താൽപ്പര്യം ജനിപ്പിച്ചു. അവർ ഈ വിജനമായ ഭൂമിയിൽ വാണിജ്യപരമായ സാധ്യതകൾ കണ്ടു. എന്നിട്ട് സിദ്ധാന്തത്തെ പ്രായോഗികമായ പ്രവൃത്തിയാക്കി മാറ്റാൻ ആരംഭിച്ചു. ഒരു കാലത്ത് വിസ്മരിക്കപ്പെട്ട ഈ ഭൂമിയിലേക്ക് വൻതോതിൽ നിക്ഷേപം നടത്തുന്നതിനായി നിരവധി സംരംഭകർ ഒഴുകിയെത്തി. മരുഭൂമിയിൽ 3 ലക്ഷം ഏക്കർ സലൈൻ സ്പേസ് സ്ഥാപിക്കുന്നതിനായി 750 മില്യൺ യുവാൻ വരെ നിക്ഷേപിക്കുകയും അതിലൂടെ ചുറ്റുമുള്ള 3 ലക്ഷം ഏക്കർ ഭൂമിയെ പച്ചപ്പിടിപ്പിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യാനാണ് ഞങ്ങളുടെ പദ്ധതി. മരുഭൂമി നിയന്ത്രണവും സാമ്പത്തിക വികസനവും തമ്മിലുള്ള സംയോജനം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും മരുഭൂമി നിയന്ത്രണത്തിന് സഹായിക്കുകയും ചെയ്യുന്ന മൃഗവർഗ്ഗങ്ങളെ ചൈനീസ് സംരംഭകർ തിരഞ്ഞെടുക്കാൻ തുടങ്ങി. ആഴത്തിലുള്ള ഗവേഷണങ്ങൾക്ക് ശേഷം ചൈന അവസാനം ഫ്രാൻസിൽ നിന്നൊരു മുയലിനെ ഇറക്കുമതി ചെയ്തു. മരുഭൂമി നിയന്ത്രണത്തിൽ മുയലുകൾക്ക് എന്തെങ്കിലും പങ്കുവഹിക്കാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് ആദ്യം ആളുകൾക്ക് സംശയമുണ്ടായിരുന്നു. എന്നാൽ ഈ മുയലിനെ കൊണ്ടുവന്നപ്പോൾ അത് വളരെ പെട്ടെന്ന് തന്നെ അത്ഭുതകരമായ ഫലങ്ങൾ കാണിച്ചു. തങ്ങളുടെ സ്വാഭാവികമായ ശീലങ്ങളും ഉയർന്ന പ്രത്യുൽപാദന നിരക്കും കാരണം ഈ മുയലുകൾ മരുഭൂമി പച്ചപ്പിടിപ്പിക്കുന്നതിൽ കാര്യമായ സംഭാവന നൽകുകയും പ്രാദേശിക നിവാസികൾക്ക് ഗണ്യമായ സാമ്പത്തിക ലാഭമുണ്ടാക്കാനും സഹായിച്ചു. ഈ മുയൽ എങ്ങനെയാണ് മരുഭൂമിയെ പരിപാലിക്കുന്നത്? എനിക്കറിയാൻ കഴിഞ്ഞതനുസരിച്ച് ചൈനയിലെ മരുഭൂമിയിൽ വളർത്തുന്ന റെക്സ് ഹെയർ എന്ന് വിളിക്കപ്പെടുന്ന മുയലുകൾ ഫ്രാൻസ് സ്വദേശികളാണ്. ഇവ വലിയ ചെറിയ രോമങ്ങളുള്ള മുയലുകളാണ്. ഇത്തരത്തിലുള്ള മുയലുകൾക്ക് ജീവിക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് വളരെ ഉയർന്ന ആവശ്യകതകളുണ്ട്. അവ വരണ്ടതും വൃത്തിയുള്ളതുമായ ജീവിത സാഹചര്യങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. ഇത് വരണ്ട മരുഭൂമിയെ അവയ്ക്ക് അനുയോജ്യമായ ഒരു വാസസ്ഥലമാക്കി മാറ്റുന്നു. മരുഭൂമിയിൽ റെക്സ് ഹെയർ അതിൻ്റെ തനതായ പാരിസ്ഥിതിക ശീലങ്ങൾ പ്രകടിപ്പിക്കുന്നു. പുല്ലിൻ്റെ വേരുകളും ഉണക്കപ്പുല്ലും തിരഞ്ഞ് അവ നിലത്ത് കുഴിയെടുക്കുന്നതിൽ മിടുക്കരാണ്. എന്നാൽ കട്ടിയുള്ള തോടുകളുള്ള വിത്തുകളിൽ അവയ്ക്ക് താൽപ്പര്യമില്ല.
കാരണം അവയുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഇത്തരത്തിലുള്ള ഭക്ഷണം കൈകാര്യം ചെയ്യാൻ കഴിയില്ല. ഈ കുഴിക്കൽ പ്രക്രിയ മരുഭൂമിയിലെ മണ്ണ് ഇളക്കി മറിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും മണ്ണിലേക്കുള്ള വായുസഞ്ചാരം വർദ്ധിപ്പിക്കുകയും ചെയ്യുക മാത്രമല്ല, മണ്ണ് കൂടുതൽ മൃദുവാവുകയും പോഷകസമൃദ്ധവുമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം റെക്സ് ഹെയറിൻ്റെ മലമൂത്ര വിസർജനവും അവ ദഹിപ്പിക്കാത്ത പുൽവിത്തുകളും മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് സമൃദ്ധമായ പോഷകങ്ങൾ നൽകുന്നു. ഇതെല്ലാം മരുഭൂമിയിലെ സസ്യങ്ങളുടെ വളർച്ചയെ സഹായിക്കുന്നു. സസ്യങ്ങളുടെ അതിജീവന നിരക്ക് അതിശയിപ്പിക്കുന്ന തരത്തിൽ 96% അതിൽ കൂടുതലോ ആയി മാറുന്നു. മരുഭൂമി എന്നത് റെക്സ് ഹെയറിൻ്റെ സ്വർഗമാണെന്ന് പറയാം. കൂടാതെ മരുഭൂമിയിൽ റെക്സ് ഹെയറിനെ പ്രജനനം നടത്തുന്നത് ചൈനീസ് ശാസ്ത്രജ്ഞരുടെ ഏറ്റവും ബുദ്ധിപരമായ തീരുമാനമാണ്. ഇതിലും എടുത്തു പറയേണ്ട കാര്യമെന്തെന്നാൽ, ഈ റെക്സ് ഹെയർ അത്ഭുതകരമായ പൊരുത്തപ്പെടൽ ശേഷി കാണിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിൻ്റെ പ്രത്യുൽപാദന നിരക്ക് സാധാരണ മൃഗങ്ങളെ അപേക്ഷിച്ച് 25 മടങ്ങാണ്. കൂടാതെ ഒരു വർഷത്തിൽ ഏകദേശം 40 കുഞ്ഞുമുയലുകൾക്ക് ഇത് ജന്മം നൽകുകയും ചെയ്യും. ഇതുവരെ ചൈന മരുഭൂമിയിൽ വളർത്തിയത് 1.2 മില്യണിലധികം മുയലുകളെയാണ്. ഇത് മരുഭൂമി പരിപാലനം കൂടുതൽ എളുപ്പമാക്കി മാറ്റി. പ്രകൃതിയിൽ നിർണായക പങ്ക് നടക്കുന്നതോടൊപ്പം റെക്സ് ഹെയറിൻ്റെ മാംസം ഭക്ഷണമേശയിലെ ഒരു സ്വാദിഷ്ടമായ വിഭവമായി മാറിയിരിക്കുന്നു. കൂടാതെ ഇതിൻ്റെ രോമം ഫർക്കോട്ടുകൾ പോലുള്ള ഉയർന്ന നിലവാരമുള്ള വസ്ത്രങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള മികച്ച മെറ്റീരിയലുമാണ്. മരുഭൂമിയിൽ വളരുന്ന ഒരു സസ്യം സാക്സൂൾ മണലിനെ ഫലപ്രദമായി ഉറപ്പിച്ചു നിർത്തുകയും കാറ്റിനെ തടയുകയും ചെയ്യുക മാത്രമല്ല, റെക്സ് ഹെയറിന് പോഷകസമൃദ്ധമായ ഭക്ഷണത്തിൻ്റെ ഉറവിടവും നൽകുന്നു. വനവൽക്കരണം, പുൽമേടുകൾ, മരുഭൂമി കൃഷി എന്നിവയുടെ ഈ സംയോജനം പരസ്പരം പ്രയോജനകരവും ഇരുവിഭാഗത്തിനും വിജയവും നൽകുന്ന ഒരു സംയോജിത വ്യവസായ ശൃംഖല സൃഷ്ടിച്ചു. അതിലൂടെ പാരിസ്ഥിതിക സംരക്ഷണത്തിൻ്റെയും സാമ്പത്തിക വികസനത്തിൻ്റെയും ഇരട്ട ലക്ഷ്യങ്ങൾ കൈവരിക്കാൻ സാധിച്ചു. റെക്സ് ഹെയറിൻ്റെ പ്രജനനത്തോടെ വികസിച്ചതോടെ മരുഭൂമിയിലെ സസ്യങ്ങൾ ഗണ്യമായി പുനഃസ്ഥാപിക്കപ്പെടുകയും അതുവഴി നിരവധി മരുപ്പച്ചകൾ രൂപപ്പെടുകയും ചെയ്തു. ഇത് മരുഭൂമിയുടെ പാരിസ്ഥിതിക അന്തരീക്ഷം മെച്ചപ്പെടുത്തുക മാത്രമല്ല, പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഈ നേട്ടങ്ങൾ കാരണം ചൈനയിലെ മരുഭൂമികളുടെ ഭരണത്തെ ഐക്യരാഷ്ട്ര പരിസ്ഥിതി പരിപാടി കേന്ദ്രം ആഗോള മരുഭൂമി പാരിസ്ഥിതിക സാമ്പത്തിക പ്രകടന മേഖലയായി തിരഞ്ഞെടുത്തു. 2021 ആയപ്പോഴേക്കും മരുഭൂമി പ്രദേശങ്ങളിലെ വനഭൂമിയുടെയും പുൽമേടുകളുടെയും വിസ്തീർണത്തിൽ ഗണ്യമായ വർധനവുണ്ടായി. സസ്യങ്ങളുടെ ആവരണ നിരക്ക് ചില വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന 3% നിന്നും 84.7% കുതിച്ചുയർന്നു. അങ്ങനെ മരുഭൂമി ഒരു മരുപ്പച്ചയായി മാറി. ഇപ്പോൾ റെക്സ് ഹെയർ വളർത്തൽ പ്രാദേശിക ജനങ്ങളുടെ ഒരു പ്രധാന വ്യവസായമായി മാറിയിരിക്കുന്നു. കർഷകരുടെ ശരാശരി വാർഷിക വരുമാനം ഏകദേശം $20,000 $2025 ആകുമ്പോഴേക്കും ചൈനയിലെ മരുഭൂമികളിൽ വളർത്തുന്ന മുയലുകളുടെ എണ്ണം 1.8 മില്യൺ കവിയുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. കൂടാതെ റെക്സ് ഹെയറിനെ കേന്ദ്രീകരിച്ചുള്ള വൈവിധ്യമാർന്ന വ്യവസായ ശൃംഖല പാരിസ്ഥിതിക പ്രജനനവും ടൂറിസം സംസ്കാരവും ഉൾപ്പെടെ പ്രാദേശിക സാമ്പത്തിക വികസനത്തിന് പ്രധാന പിന്തുണയും നൽകുന്നു. ഒരു പുതിയ യുഗത്തിലേക്ക് പ്രവേശിച്ചതിന് ശേഷം ചൈന മരുഭൂമീകരണത്തെ നിയന്ത്രിക്കുന്ന പ്രക്രിയയിൽ ബിഗ് ഡേറ്റയും ഡ്രോൺ ടെക്നോളജിയും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയും ബെൽറ്റ് ആൻഡ് റോഡ് ഡെസേർട്ട് ഇക്കണോമിക് ഗ്രീൻ ഇന്നൊവേഷൻ സെന്റർ സ്ഥാപിക്കുകയും ചെയ്തു. ഈ നവീന രീതികൾ മരുഭൂമിയുടെ അന്തരീക്ഷം ഫലപ്രദമായി മെച്ചപ്പെടുത്തുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ ഇത് ചൈനയിലെ മരുഭൂമി പരിപാലനത്തിന് ഒരു മാതൃകാ നഗരമായി മാറി. വനവൽക്കരണത്തിൽ ചൈന നടത്തുന്ന നിരന്തര ശ്രമങ്ങൾ പാരിസ്ഥിതിക അന്തരീക്ഷത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി മാത്രമല്ല, മറിച്ച് ഹരിത സമ്പദ്വ്യവസ്ഥയുടെ സാധ്യതകളെക്കുറിച്ചുള്ള ആഴമുള്ള ഉൾക്കാഴ്ചയുടെ അടിസ്ഥാനത്തിലുമാണ്. പരിസ്ഥിതി സംരക്ഷണവും സാമ്പത്തിക വികസനവും സംയോജിപ്പിക്കുന്ന തന്ത്രം ചൈനീസ് ജനങ്ങൾക്ക് വ്യക്തമായ സാമ്പത്തിക നേട്ടങ്ങൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ലോകമെമ്പാടും വലിയ അംഗീകാരവും പ്രശംസയും നേടിയിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ, പുതിയ ടെക്നോളജികളുടെ സഹായത്തോടെ ചൈന നടത്തുന്ന ഈ മരുഭൂമി സംരക്ഷണം പ്രകൃതിയെ സ്നേഹിക്കുന്നതോടൊപ്പം മനുഷ്യന്റെ പുരോഗതിക്കും എങ്ങനെ വഴിയൊരുക്കാമെന്നതിൻ്റെ മികച്ച തെളിവാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നേട്ടം ഇന്ന് ലോകം മുഴുവൻ വലിയ അംഗീകാരവും പ്രശംസയും നേടുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാനും കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ അത്ഭുത പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. ഇതുപോലുള്ള മറ്റ് രസകരമായ വീഡിയോകൾക്കായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. ബൈ.